കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. 12 മീറ്റർ നീളവും 7 മീറ്റർ വീതിയുമുള്ള ഒരു റൂമുണ്ട്. ആ റൂമിലേക്ക് ടൈൽസ് ഇടാൻ പോവാം നമുക്ക്. ടൈലിൻ്റെ ഡയമെൻഷനൊക്കെ തന്നിട്ടുണ്ട്. 30 സെൻറ്റിമീറ്ററും 20 സെൻറ്റിമീറ്ററും ഡയമെൻഷൻ പറയുന്നുണ്ട്. ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ആദ്യം നോക്കേണ്ടത് ടോട്ടൽ ഏരിയ എത്രയെന്ന് നോക്കണം. ടോട്ടൽ ഏരിയ എന്ന് വെച്ചാൽ ആ റൂമിൻ്റെ ടോട്ടൽ ഏരിയ. അത് ചോദ്യത്തിൽ പറയുന്നുണ്ടല്ലോ. ലെങ്ത് 12 ബ്രെഡ്ത്ത് 7. അപ്പോൾ ടോട്ടൽ ഏരിയ കാണാൻ 12 മീറ്റർ ഗുണം 7 മീറ്ററാണ് ടോട്ടൽ ഏരിയ. ശരി, ഇനി നമുക്കറിയാം ഒരു ടൈലിൻ്റെ ഏരിയ എന്തെന്ന് അറിയരുതോ. ഒരു ടൈലിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും അവൈലബിളാണ്. അപ്പോൾ മൊത്തം എത്ര ടൈല് വേണമെന്ന് ചോദിച്ചാൽ ടോട്ടൽ ഏരിയയെ ഒരു ടൈലിൻ്റെ ഏരിയ കൊണ്ട് ഹരിച്ചാൽ പോരായോ? ടോട്ടൽ ഏരിയയെ ഒരു ടൈലിൻ്റെ ഏരിയ കൊണ്ട് ഹരിക്കുന്നു. ഒരു ടൈലിൻ്റെ ഏരിയ കാണുന്നത് എങ്ങനെയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താ 30 സെൻറ്റിമീറ്റർ ഇൻറ്റു 20 സെൻറ്റിമീറ്റർ. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? സംഭവം ഇവിടെ സിംപ്ലിഫിക്കേഷൻ നടത്തിയാൽ മതി. പക്ഷേ പ്രശ്നം യൂണിറ്റ് മാറി കിടക്കുക അല്ലേ? കയറി വെട്ടാനൊന്നും പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യുക? യൂണിറ്റ് കറക്റ്റ് ചെയ്യണം. എല്ലാവരെയും സെൻറ്റിമീറ്ററിൽ കൊണ്ടുവരാൻ പോവാം. മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട് ഗുണിച്ചാൽ മതിയെന്ന് എൻ്റെ കുട്ടികൾക്കറിയാം. അപ്പോൾ ഈ 12 മീറ്റർ ആരാ എന്ന് ചോദിച്ചാൽ 12 ഇൻറ്റു 100 സെൻറ്റിമീറ്ററാ. അതേപോലെ 7 മീറ്റർ ആര് എന്ന് ചോദിച്ചാൽ 7 ഇൻറ്റു 100 സെൻറ്റിമീറ്ററാ. താഴെ പിന്നെ കുഴപ്പമൊന്നുമില്ല, ഓൾറെഡി സെൻറ്റിമീറ്ററിൽ തന്നെയാണ് കിടക്കുന്നത്. 30 ഗുണം 20. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ഇത്രയും. ഇനി ക്യാൻസലേഷൻ അല്ലേ ഉള്ളൂ. ഈ പൂജ്യവും പോയി, അതേപോലെ ഈ പൂജ്യവും ക്യാൻസൽ ചെയ്തു. ഓക്കെ അല്ലേ? കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച്. ഇനി നിങ്ങൾക്ക് പറയാം 3 ഗുണം 2 6 3 ഗുണം 2 6. 6 കയറി ആരെ വിട്ടും? 12നെ വിട്ടും. 6 ഗുണം 2 12. ബാക്കി എന്ത് വന്നു? 7 ഗുണം 2 14 ഇൻറ്റു 100. അപ്പോൾ ആകെ എത്ര ടൈല് വേണമെന്ന് ചോദിച്ചാൽ 1400 ടൈല് വേണ്ടി വരും. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ? ശരി, താങ്ക് യു.